നമസ്കാരം. സുരാജ് വെഞ്ഞാറമൂട് കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച മദനോത്സവം എന്ന സിനിമ ഇന്നലെ ആമസോൺ പ്രൈം വഴി റിലീസ് ചെയ്തിരുന്നു. സിനിമ 2023 തിയേറ്ററിലേക്ക് എത്തിയത്. 2 വർഷം കഴിഞ്ഞാണ് സിനിമ OTTയിൽ വരുന്നത്. സിനിമ തിയേറ്ററിൽ പോയി കാണാൻ കഴിഞ്ഞിരുന്നില്ല, അതുകൊണ്ട് ഇന്നലെ OTTയിൽ ഇറങ്ങിയപ്പോൾ കണ്ടു. ഇപ്പോൾ സിനിമയെക്കുറിച്ച് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിലേക്ക് കിടക്കാം. ഈ സിനിമ എനിക്ക് തിരക്കേടില്ലാതെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു കഥ തന്നെയാണ്. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് അത്ര ബോറടി ഇല്ലാതെ കൊണ്ടുപോകുന്നുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ കഥയുടെ റൂട്ട് മാറുകയാണ്. സിനിമയുടെ ക്ലൈമാക്സൊക്കെ അത്രയ്ക്ക് ഗംഭീരമായിരുന്നു. പിന്നെ സുരാജിൻ്റെ അഭിനയം എടുത്തു പറയേണ്ട ഒന്നാണ്. മദനൻ എന്ന ഒരു നിഷ്കളങ്കനായ കുടുംബനാഥൻ്റെ കഥാപാത്രമാണ് അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയായി വരുന്ന ആ നടിയും ഒരു ബിലോ ആവറേജ് അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട്. പിന്നെ സിനിമയിലെ നെഗറ്റീവ് കഥാപാത്രമുള്ള ബാബു ആൻ്റണി കുറച്ച് ഓവറായോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ലായിരുന്നു. മൊത്തമായി പറഞ്ഞാൽ ഒരു ആവറേജ് മൂവിയായിട്ട് നമുക്കിതിനെ കണക്കാക്കാം. ഇപ്പോൾ വെളുപ്പിന് വീഡിയോ ചെയ്യുന്നത് കൊണ്ടാണ് ഈ കോഴി കൂവുന്ന സൗണ്ട് കേൾക്കുന്നത്. ജോലിക്ക് പോകാനുള്ള തിരക്ക് കൊണ്ടാണ് ഇത്ര വെളുപ്പിന് എഴുന്നേറ്റ് വീഡിയോ ചെയ്യുന്നത്. എല്ലാവരും ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എനിക്ക് പറയാൻ. എന്തായാലും സിനിമ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക. ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കാൻ പറ്റിയ ഒരു ആവറേജ് മൂവിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു ആവറേജ് വിജയം തന്നെ ഈ സിനിമയ്ക്ക് തിയേറ്ററുകളിൽ നിന്ന് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നതാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.